നമസ്കാരം, ഞാൻ ഡോക്ടർ പ്രിയാദേവി. ആയുർവേദ ഡോക്ടറാണ്, ലൈഫ് സ്റ്റൈൽ കൺസൾട്ടൻ്റാണ്, കോസ്മെറ്റോളജിസ്റ്റുമാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ടോപ്പിക്കാണ്. മുടി കൊഴിച്ചിൽ അഥവാ ഹെയർ ഫോളിനെ കുറിച്ചാണെന്ന് നമ്മൾ സംസാരിക്കുന്നത്. പലപ്പോഴും ഒ പിയിൽ വന്നിട്ട് പേഷ്യൻ്റ് ചോദിക്കാറുണ്ട്, ഡോക്ടറെ മുടി വല്ലാണ്ട് കൊഴിഞ്ഞു പോകുന്നുണ്ട്, മുടി വളരുന്നില്ല, മുടി വളരാൻ എന്തെങ്കിലും എണ്ണ തരുമോ, മുടി കൊഴിച്ചിൽ നിർത്താൻ വേണ്ടിയിട്ട് എണ്ണ തരുമോ. അത് എല്ലാ വിധത്തിലുള്ള അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള ഹെയർ ഫോളും മുടി കൊഴിച്ചിലും എണ്ണ കൊണ്ട് മാറ്റാം അല്ലെങ്കിൽ എണ്ണ തേച്ച് കഴിഞ്ഞാൽ മാറും എന്നുള്ളൊരു വിശ്വാസം അത് തെറ്റാണ്. മുടി കൊഴിച്ചിലുണ്ടാവുന്നതിന് പല കാരണങ്ങളുമുണ്ട്. അപ്പോൾ ആ കാരണം കണ്ടെത്തി ചികിത്സിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. ആയുർവേദ പ്രകാരം നമ്മുടെ ശരീരത്തിൽ പിത്ത് ദോഷം വർദ്ധിച്ചാൽ അല്ലെങ്കിൽ പിത്ത് ദുഷ്ടി ഉണ്ടായാൽ മുടി കൊഴിയും. പിത്ത് ദുഷ്ടി ഉണ്ടായാൽ മുടി കൊഴിയുക മാത്രമല്ല, അകാല നര അതല്ലെങ്കിൽ പ്രിമച്വർ ഗ്രേയിങ് ഓഫ് ഹെയർ എന്ന് പറയും, അതുണ്ടാവാം. മുടി തിന്നിങ്, ഹെയർ തിന്നിങ് ഓഫ് ഹെയർ, അതായത് മുടി നാഴിയുടെ കട്ടി കുറഞ്ഞിട്ട് മുടി പൊട്ടിപ്പോകുന്ന അവസ്ഥ അങ്ങനെയും ഉണ്ടാകും. അപ്പോൾ മുടി കൊഴിച്ചിൽ മുടി സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും ഒരു പ്രധാന കാരണം ഈ പിത്തത്തിൻ്റെ ദുഷ്ടി അല്ലെങ്കിൽ പിത്തവൃദ്ധിയാണ്. അപ്പോൾ പിത്തവൃദ്ധി ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്താണെന്ന് കണ്ടെത്തി ആ പിത്തവൃദ്ധി ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ പിത്തത്തെ ശമിപ്പിക്കാനുള്ള ചികിത്സകൾ ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ്. പിന്നെ എന്താണ് മുടി കൊഴിച്ചിലിൻ്റെ ബേസിക്, വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്ന് കണ്ടെത്തുക. അതായത് മുടി കൊഴിച്ചിലിന് ഇപ്പോൾ ഒരു നല്ല സ്ട്രെസ്സ് വന്നു കഴിഞ്ഞാൽ, സ്ട്രെസ്സ്, ടെൻഷൻ, ആൻസൈറ്റി ഒക്കെ കൊണ്ട് മുടി കൊഴിയാം. അതല്ലാണ്ടൊരു കണ്ടീഷനുണ്ട്, അലോപേഷ്യ ഏരിയേറ്റ എന്ന് പറയും. ചിലർക്ക് വട്ടത്തിൽ മുടി കൊഴിഞ്ഞു പോകും. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ അതിൻ്റെ പ്രധാന കാരണം ചിലപ്പോൾ എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻ ആയിരിക്കാം. അപ്പോൾ അതാണെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യാണ് വേണ്ടത്. അതല്ല, നമ്മളുടെ ഭക്ഷണത്തിലുള്ള ന്യൂട്രിയൻസിൻ്റെ അഭാവം, നമ്മൾ കഴിക്കുന്ന ഫുഡിൽ വൈറ്റമിൻസ് കുറഞ്ഞാൽ, സിങ്ക് കുറഞ്ഞാൽ, അയൺ കുറഞ്ഞാൽ, നമുക്ക് ഹീമോഗ്ലോബിൻ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ, വൈറ്റമിൻ ഡിയുടെ കുറവ് കൊണ്ട്, കാൽഷ്യത്തിൻ്റെ കുറവ് കൊണ്ട് ഇതൊക്കെ മുടി കൊഴിച്ചിലിന് കാരണമായി തീരുന്നുണ്ട്. തൈറോയിഡ് പ്രശ്നമുള്ളവർക്ക് മുടി കൊഴിയാനുള്ള സാധ്യത കൂടുതലാണ്. സ്ത്രീകളിലാണെങ്കിൽ, പ്രത്യേകിച്ച് പെൺകുട്ടികളിൽ മുടി കൊഴിയുന്നതിൻ്റെ വേറൊരു റീസൺ പോളിസിസ്റ്റിക് ഓവറിയാണ്. അപ്പോൾ പോളിസിസ്റ്റിക് ഓവറി ഉണ്ടോ അല്ലെങ്കിൽ അണ്ടാശയത്തിലുണ്ടാവുന്ന ചെറിയ കുമിളകൾ എന്ന് പറയും. അങ്ങനെ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും അതിന് വേറെയും സിംറ്റംസ് ഉണ്ടാവാം. പക്ഷേ അതിൻ്റെ ഒരു കാരണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു സിംറ്റം എന്ന് പറയുന്നത് മുടി കൊഴിച്ചിലാണ്. അപ്പോൾ അതുണ്ടോ എന്ന് കണ്ടെത്തി അതിന് ചികിത്സ ചെയ്താൽ മാത്രമേ മുടി കൊഴിച്ചിൽ മാറുന്നുണ്ടാവുള്ളൂ. അപ്പോൾ മുടി കൊഴിച്ചിലിൻ്റെ കാരണം കണ്ടെത്തി ചികിത്സിക്കണം. പിന്നെ അതുകൂടാണ്ട് തലയിൽ താരൻ വന്നാൽ മുടി കൊഴിയാം. സിബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനുണ്ട്, എക്സിമ എന്ന് പറഞ്ഞ കണ്ടീഷനുണ്ട്. ഈ കണ്ടീഷനുകളിലെല്ലാം മുടി കൊഴിയാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഒരുപാട് ഓയിലി ആയിട്ടുള്ള ഫുഡ്, സ്പൈസി മസാല ചേർന്ന ഒരുപാട് ഫുഡ്, ശരീരത്തിൽ ചൂട് കൂട്ടുന്ന ആഹാരങ്ങൾ, ഇതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുക. ടീ, ചായ, കാപ്പിയുടെ അമിതമായ ഉപയോഗം, ഇതെല്ലാം മുടി കൊഴിച്ചിലിൻ്റെ ഒരു കാരണമാണ്. അപ്പോൾ മുടി കൊഴിച്ചിലിൻ്റെ കാരണം കണ്ടെത്തി ചികിത്സിക്കണം എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതായത് ഇപ്പോൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ള ഒരു കണ്ടീഷനിൽ നിങ്ങൾ എന്ത് എണ്ണ തലയിൽ വെച്ചിട്ടും കാര്യമില്ല, എന്ത് ഉള്ളിൽ കഴിച്ചിട്ടും കാര്യമില്ല, വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് എടുത്താൽ തന്നെ മുടി കൊഴിച്ചിൽ മാറുന്നുണ്ടാവുള്ളൂ. തൈറോയ്ഡ് ആണെങ്കിൽ തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്ത് തൈറോയ്ഡ് പ്രശ്നം ഉണ്ടെങ്കിൽ അത് തൈറോയ്ഡിനെ ട്രീറ്റ് ചെയ്താൽ ആ മുടി കൊഴിച്ചിൽ മാറുന്നതാണ്. പിന്നെ ഹീമോഗ്ലോബിൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ഹീമോഗ്ലോബിൻ കുറവുണ്ടെന്നുണ്ടെങ്കിൽ അയൺ സപ്ലിമെൻറ്റ്സ് എടുക്കണം. എന്നാൽ മാത്രമേ മുടി കൊഴിച്ചിൽ നിൽക്കുള്ളൂ. താരനാണെങ്കിൽ താരനെ ട്രീറ്റ് ചെയ്യാം. ഇപ്പോൾ താരനാണെങ്കിൽ നമുക്ക് ആയുർവേദത്തിൽ ദുർദുരപത്രാദി കെയറോ അയ്യപ്പാല കെയറോ ഒക്കെ വെച്ച് തല നല്ലോണം മസാജ് ചെയ്ത് ചെറിയ രീതിയിലൊരു തലയിൽ മാത്രം ഒരു ടവൽ മുക്കി, ചൂട് വെള്ളത്തിൽ ടവൽ മുക്കി തല കവർ ചെയ്ത് ഒന്ന് ചെറുതായിട്ട് വിയർപ്പിച്ചതിന് ശേഷം ഏതെങ്കിലും താളിയോ അല്ലെങ്കിൽ അലോവേര കടങ്ങിയ ഏതെങ്കിലും ഷാമ്പുവോ തേച്ചിട്ട് മുടി കഴുകി കഴിഞ്ഞു കഴിഞ്ഞാൽ താരൻ കുറയാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അത് എന്താണ് കാരണമെന്ന് കണ്ടെത്തിയിട്ട് ചികിത്സിക്കുക. പിന്നെ ഉള്ളിൽ കഴിക്കാൻ പറ്റുന്ന കാര്യം ഞാൻ പറഞ്ഞു, വൈറ്റമിൻ ഡി കഴിക്കണം, ബയോട്ടിൻ അല്ലെങ്കിൽ വൈറ്റമിൻ B5 ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, വൈറ്റമിൻ B12 കഴിക്കണം. ഇതൊക്കെ നമുക്ക് ഉള്ളിലേക്ക്, നമ്മുടെ പുറമേ എണ്ണ തേക്കുന്നതിന് പകരം ഉള്ളിലേക്ക് നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഭക്ഷണങ്ങൾ കൊടുത്ത് മുടിയെ വളർത്തുകയാണ് വേണ്ടത്. എണ്ണ വെച്ചാൽ ഞാൻ പറഞ്ഞു, താരനൊക്കെ ആണെങ്കിൽ ഇപ്പോൾ എണ്ണ വെച്ചാൽ പോകുന്നുണ്ടോ. ഇത് കൂടാണ്ട് ചെയ്യുന്നൊരു കാര്യം നല്ല രീതിയിൽ വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. അതായത് ഹെയർ ഫോളിക്കിളിൻ്റെ സ്ട്രെങ്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് വെള്ളം. അല്ലെങ്കിൽ മുടി ഡ്രൈ ആവാനുള്ള സാധ്യതയുണ്ട്, ഫോളിക്കിൾസ് ഡ്രൈ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ദിവസം ഒരു 2.5 മുതൽ 3 ലിറ്റർ വരേക്കും വെള്ളം കുടിക്കുന്നതും മുടി വളർച്ചയ്ക്ക് ആവശ്യമായ കാര്യമാണ്. ഇതൊന്നും കൂടാണ്ട് ഹോർമോണൽ ഇംബാലൻസസ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് അതിന് ട്രീറ്റ് ചെയ്യണം.
ഇപ്പോൾ മെയിൽ പാറ്റേൺ ഹെയർ ലോസ് അഥവാ ആൻഡ്രോജനിക് അലോപേഷ്യ എന്നൊരു കാരണമുണ്ട്. അതിൻ്റെ ബേസിക് കാര്യം എന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം ആൻഡ്രോജനാണ്, DHT എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം ആൻഡ്രോജനാണ് ആ ഒരു ഹെയർ ഫോളിന് കാരണമാകുന്നത്. അത് നമ്മുടെ ബോഡിയിലെ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഒരു ഹോർമോൺ കൺവേർട്ട് ചെയ്തിട്ട് മാറുന്ന ഒരു DHT എന്ന് പറയുന്ന ഒരു ആൻഡ്രോജൻ. അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ വേറൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. കാരണം അതൊരു വലിയ ടോപ്പിക്കാണ്. DHT എങ്ങനെ ബോഡിയിൽ ഉണ്ടാവാതെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം, അതിന് കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ഉണ്ടായാൽ അതിൻ്റെ തിരിച്ച് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള ആഹാരക്രമങ്ങളും മെഡിസിൻസും ഒക്കെ ഉണ്ട്. അത് മെയിൽ പാറ്റേൺ ഹെയർ ലോസിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് വേറെ ഒരു വീഡിയോ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാനീ പറഞ്ഞു വന്നത് പുറമേ എണ്ണ തേക്കൽ മാത്രമല്ല, ഉള്ളിലേക്ക് അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തി ചികിത്സിക്കുക, ഉള്ളിലേക്ക് മരുന്ന് കഴിക്കുക, സപ്ലിമെൻറ്റ്സ് കൊടുക്കുക. അതുകൂടാണ്ട് പിന്നെ ആയുർവേദത്തിൽ ക്ഷീരബല 101 എന്ന് പറഞ്ഞിട്ടൊരു ഡ്രോപ്സ് ആയ ഒരു മരുന്നുണ്ട്. അത് ഡെയിലി ഒരു 10 തുള്ളി കഴിക്കുന്നത് ശരിക്കും നിങ്ങളുടെ നഖത്തിൻ്റെയും മുടിയുടെയും ഒക്കെ സ്കിന്നിന് നല്ലതായൊരു കാര്യമാണ്. അപ്പോൾ ഇനി നമുക്ക് മെയിൽ പാറ്റേൺ ഹെയർ ലോസിനെ കുറിച്ചിട്ട് വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.